മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്. മാതൃഭാഷാ ദിനത്തിൽ ഏറ്റവും അന്വർത്ഥമായ വരികൾ. മഹാകവി വള്ളത്തോളിൻ്റെ ഏറെ പ്രശസ്തമായ വരികളാണിത്. ഇന്ന് ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. 2025 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ രജത ജൂബിലി ആഘോഷം എന്നതു തന്നെയാണ്. ശ്രേഷ്ഠം മലയാളം. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട മലയാളം കേരളത്തിൻ്റെ മാതൃഭാഷയാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഇന്ത്യൻ ഭാഷയാണ് മലയാളം. ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിലും ലക്ഷദ്വീപിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും മലയാളം സംസാരിക്കുന്നവരുണ്ട്. മലയാള ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗത്തെ മലയാളികളെന്നും കേരളീയ പൈതൃകം പിന്തുടരുന്നതിനാൽ മലയാളികളെ കേരളീയർ എന്നും വിളിക്കപ്പെടുന്നു. മലയാള ഭാഷ സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നെങ്കിലും പിന്നീട് അത് സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഭാഷാ പണ്ഡിതന്മാരുടെ നിരന്തരമായ ഗവേഷണങ്ങളിൽ നിന്നും മലയാളം മലനാട് തമിഴിൽ നിന്നും പിറവി കൊണ്ടതാണെന്ന് അറിയപ്പെടുന്നു. മലയാളം മൂല ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഉണ്ടായി എന്ന സിദ്ധാന്തവും പരക്കെ അവതരിപ്പിക്കപ്പെടുന്നു. ഒരാളുടെ വളർച്ചയിൽ മാതൃഭാഷ ഒരു പ്രധാന ഘടകമാണ്. കാരണം അവർ ലോകത്തെ കാണുന്നതും ലോകം അവരെ അറിയുന്നതും പ്രധാനമായും നാവിൽ ആദ്യമായി വരുന്ന മാതൃഭാഷയിലൂടെയാണ്. അതിനാൽ തന്നെ ആദ്യമായി നാവിൽ വന്ന ഭാഷയെ മറ്റേത് ഭാഷയെയും പോലെ നാം സ്നേഹിക്കണം. 1999 നവംബർ 17 യുനെസ്കോ ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത്. മാതൃഭാഷകളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ആഘോഷമാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ 25ാം വാർഷികം. ആശയവിനിമയത്തോടൊപ്പം സമൂഹത്തിൻ്റെ തനിമ പ്രതിഫലിപ്പിക്കുന്ന സംസ്കാരം കൂടിയാണ് ഭാഷ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ബംഗ്ലാദേശിൻ്റെ താൽപ്പര്യപ്രകാരം ഫെബ്രുവരി 21 ദിനാചരണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. 1952 ഫെബ്രുവരി 21 ഇന്നത്തെ ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നപ്പോൾ വിദ്യാർത്ഥികളുടെ മാതൃഭാഷാ പ്രക്ഷോഭത്തിന് നേരെ ഉണ്ടായ വെടിവെപ്പിൽ പിടഞ്ഞു വീണു മരിച്ചവരെ സ്മരിക്കുന്നതിനു കൂടിയാണ് മാതൃഭാഷാ ദിനം. 1999 നവംബറിലാണ് യുനെസ്കോ ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചത്. ഭാഷ സംസ്കാരത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഭാഷയ്ക്ക് അവരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നത്. ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഈ മാതൃഭാഷാ ദിനത്തിൽ നമുക്ക് കേരളീയർക്ക് പ്രതിജ്ഞയെടുക്കാം. അമ്മ മലയാളത്തെ സംരക്ഷിക്കാം എന്ന പ്രതിജ്ഞ.